അപ്പം എന്താണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു വിഷയത്തെക്കുറിച്ചുള്ള പ്രാഥമിക വസ്തുതകളുടെ ശേഖരമാണല്ലോ ഇൻഫർമേഷൻ. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ന ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന നോവൽ എഴുതിയത് ഇന്ന ആളാണ്, ഇന്നിങ്ങനെ പ്രാഥമിക വസ്തുതകളാണ്. ഈ പ്രാഥമിക വസ്തുതകളില്ലാതെ നിങ്ങൾക്കൊരു വിഷയത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് വിഷയത്തിലേക്കും നാം പ്രവേശിക്കുന്നത് വസ്തുതകൾ വഴിയാണ്. അതുകൊണ്ട് ഇൻഫർമേഷൻ തെറ്റാണെന്നല്ല, ഇൻഫർമേഷനിലൂടെ മാത്രമേ നിങ്ങൾക്കൊരു വിഷയത്തെ മനസ്സിലാക്കാൻ പറ്റൂ, അതിലേക്ക് കടക്കാൻ പറ്റും. അതിലേക്കുള്ള എൻട്രി പോയിൻറ്റ്സ് ആണ് ഇൻഫർമേഷൻസ്. പക്ഷേ ഇൻഫർമേഷൻ എന്നുള്ളതിലൊരു അടിസ്ഥാനപരമായ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് ഇൻഫർമേഷൻ, വിവരം ആർജിക്കുന്ന ആൾക്ക് വിവരത്തിൽ പങ്കാളിത്തമൊന്നുമില്ല. നിങ്ങൾക്കൊരു വിവരം കിട്ടുന്നു എന്നതിൽ നിങ്ങൾക്കൊരു റോളുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? റിസീവിങ് എൻഡായിട്ട് നിൽക്കുന്നു. മുൻകൂറായി തയ്യാറാക്കപ്പെട്ട അറിവുകളെ ശേഖരിക്കുക എന്നത് മാത്രമാണ് ഇൻഫർമേഷൻ. അത് കുറച്ചുകൂടി നമ്മൾ ആ ഒരാശയത്തെ മുമ്പോട്ട് കൊണ്ടുപോയാൽ വിവരം ആർജിക്കുന്ന ആളുടെ ഏജൻസിക്ക് റോളില്ലാത്ത തരം അറിവാണ് വിവരം. മനസ്സിലായോ? നമ്മുടെ ഏജൻസി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ എന്താ പറയുക, മലയാളത്തിൽ അതിനെ നിർവാഹക ശേഷി, നിർവാഹകത്വം എന്നൊക്കെ പറയും. അതായത് ഒരു കാര്യത്തിൽ ബോധപൂർവം ഇടപെട്ട് അതിൽ നാം നമ്മുടെ കർത്തൃത്വത്തെ ആവിഷ്കരിക്കുന്നതാണ് ഏജൻസി. മാനുഷികതയും മൃഗജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് സോഷ്യൽ ഏജൻസി ഉണ്ട്, ഇൻഡിവിജ്വൽ ഏജൻസി ഉണ്ട്. മൃഗങ്ങൾ പ്രകൃതിക്കുള്ളിലാണ്. മൃഗത്തിന് അങ്ങനെ ഒരു ഏജൻസി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, പ്രകൃതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് മൃഗസ്വഭാവം. മനുഷ്യനും പ്രകൃതി തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷെ പ്രകൃതിയിൽ ഇടപെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ പഴയ കഥയുണ്ടല്ലോ, കുറുക്കന് മുന്തിരിങ്ങ കിട്ടാണ്ടായപ്പോൾ പുളിക്കുന്ന കഥ പറഞ്ഞു. കാരണം കുറുക്കന് വേറൊന്നും ചെയ്യാനില്ല, മാക്സിമം ഒരു കഥ പറയാം. മനുഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ തോട്ടി കെട്ടിപ്പറിക്കും. ഈ തോട്ടി കെട്ടിപ്പറിക്കുക എന്ന് പറയുന്നത് തനിക്ക് എത്താത്തതിനെ കൈനീട്ടി പറിക്കലാണ്. തൻ്റെ കൈയുടെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലോ തോട്ടി. അതായത് പ്രകൃതിയും തനിക്കും ഇടയിലുള്ള സുനിശ്ചിതമായൊരു ബന്ധത്തെ ബ്രേക്ക് ചെയ്യലാണ് ഈ തോട്ടി. നിങ്ങൾക്ക് നീന്തി കിടക്കാൻ പറ്റാത്ത പുഴ തോണി ഉണ്ടാക്കി കിടക്കുക. ഇങ്ങനെ മനുഷ്യ നാഗരികത, മനുഷ്യനെ കുറിച്ചുള്ള പല നിർവചനങ്ങളിലൊന്ന് ടൂൾ മേക്കിംഗ് അനിമൽ എന്നാണ്. ഉപകരണം ഉണ്ടാക്കുന്നത് ഈ പ്രകൃതിയുടെ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യാനാണ്. അപ്പം അങ്ങനെ പ്രാകൃതികമായ അതിർത്തികളെ ബ്രേക്ക് ചെയ്തു പോകുന്ന ഒരു നിലയിൽ മനുഷ്യാവസ്ഥ എന്ന് കണ്ടാൽ, മനുഷ്യാവസ്ഥ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് തൻ്റെ ഇച്ഛയുടെയും തൻ്റെ ബോധ്യങ്ങളുടെയും നിർവഹണത്തിലൂടെ പ്രകൃതിയെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. പ്രകൃതിക്ക് പുറത്താവുകയല്ല, അതായത് പ്രകൃതിക്കുള്ളിൽ അതിൻ്റെ വ്യവസ്ഥയ്ക്ക് വഴങ്ങി ജീവിക്കൽ മാത്രമല്ല, വഴങ്ങി ജീവിക്കുന്നതോടൊപ്പം അതിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിനെ ഇടപെട്ട് അതിനെ രൂപാന്തരപ്പെടുത്തി തനിക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രൈമറിലി ഡയലക്റ്റിക്കൽ റിലേഷനാണ്. പ്രകൃതിക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തന്നെ പ്രകൃതിയിൽ ഇടപെടുന്നുണ്ട്, പ്രകൃതിയിൽ ഇടപെടുമ്പോൾ തന്നെ പ്രകൃതിയുടെ ഉള്ളിലും ആണ്. പ്രകൃതിക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല, അത് മോഡേണിറ്റി ഉണ്ടാക്കിയ ഒരു തെറ്റിദ്ധാരണയാണ്. റൈമണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ കീവേഡ്സിൽ നേച്ചർ എന്നുള്ള വാക്കിനെ കുറിച്ച് ആ എൻട്രി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള എന്തോ എന്നാണ് നമ്മൾ ധരിക്കുക. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് പ്രകൃതി കാണാൻ കടപ്പുറത്ത് പോകണം. ഒന്നുകിൽ കാട്ടിൽ പോവുക, അല്ലെങ്കിൽ കടപ്പുറത്ത് പോകും. അതല്ലാതെ നമ്മൾ കൂടി ഉൾപ്പെട്ട ഒരു പ്രക്രിയയുടെ പേരാണ് പ്രകൃതി എന്ന ധാരണയല്ല. ഇപ്പുറം മാറി ഇന്ന് നമ്മൾ നോക്കുന്ന അപ്പുറത്തെ വസ്തുവാണ്. ഒരു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡിവൈഡ് ഉണ്ട്. നോക്കുന്ന ഞാൻ, നോട്ടത്തിന് വിധേയമാകുന്ന വസ്തു എന്ന ഒരു അപരം ആയിട്ട് പ്രകൃതി മാറുന്നതാണ് ആധുനികതയുടെ പ്രകൃതിബോധം. അതുകൊണ്ട് ആധുനികമായ പ്രകൃതിബോധമാണ് ലോകത്തെ ഏറ്റവും പ്രകൃതി വിരുദ്ധമായ ഒരു കാഴ്ചപ്പാട്. ഈ പ്രകൃതിബോധമാണ് നമ്മൾ ഇടയ്ക്ക് എന്താ പറയുക, വീടിൻ്റെ മൂലയ്ക്ക് കുറച്ച് ചെടിയെല്ലാം വച്ചിട്ട് നമ്മുടെ വീടിൻ്റെ മുൻവശമൊക്കെ നമ്മൾ ലോണൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ പ്രകൃതിബന്ധിതമായി ജീവിക്കുന്നല്ലോ. അതിങ്ങനെയാണ്. അത് ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജന്തുവിൻ്റെ മൗലികമായ ഒരു സവിശേഷത ഏജൻസി എന്ന് പറയും. മനുഷ്യന് ഏജൻസി ഉണ്ട്. പ്രകൃതിയിലും സമൂഹത്തിലുമൊക്കെ സ്വന്തം ഇച്ഛയെ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ ഇച്ഛയിലാണ് മാനുഷികത വേരുറച്ച് നിൽക്കുന്നത്. അറിവിൻ്റെ പ്രതലത്തിൽ ഈ ഇച്ഛയെ അല്പം പോലും ഉൾക്കൊള്ളാത്ത ഒന്നാണ്
ഇൻഫർമേഷൻസ്. കാരണം അവിടെ ഇൻഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഗ്യാദർ ചെയ്യുന്നു, നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തുന്നു, ചിലപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നു. പണ്ട് വിജയൻ മാഷ് ഒരു ഫലിതം പറയുന്നുണ്ട്, ഈ 10 മാസം പഠിച്ചിട്ട് പിന്നെ 2 മാസം എന്തിനാണ് അവധി എന്നതിന് മാഷ് പറയണത് ഈ പഠിച്ചൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കൊല്ലം വേറെ കുറേ കാര്യം പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ അതിന് സ്ലേറ്റൊക്കെ ഒഴിച്ചെടുക്കണം എന്ന പോലെ. ഇപ്പം ഏതാണ്ട് നമ്മളത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു കാര്യം പഠിക്കുന്നു, മറക്കുന്നു, പിന്നെ വേറെ ചിലത് പഠിക്കുന്നു. അപ്പം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാം ആർജിച്ച അറിവും നമ്മളും തമ്മിൽ പ്രത്യേക വിനിമയങ്ങളൊന്നും ഇല്ലാത്ത, നമ്മളെ ക്രിയേറ്റീവ് ഏജൻ്റാക്കി മാറ്റാത്ത, ഒരു പാസീവ് റിസീവിങ് എൻറ്റിറ്റി ആയിട്ട് നമ്മളെ മാറ്റുന്ന, അങ്ങനെ ഒരു നിസ്സംഗമായ സ്വീകരണ സ്ഥാനമാക്കി വിജ്ഞാന വ്യവസ്ഥയിലെ സ്വീകർത്താക്കളെ മാറ്റി തീർക്കുന്ന ഒരു ഐഡിയോളജിക്കൽ പൊസിഷനിങ് കൂടി വാസ്തവത്തിൽ ഇൻഫർമേഷൻ എന്ന വിഷയത്തിലുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ കേവല വിവരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കുറച്ച് അപകടം പിടിച്ച കേസാണ് എന്ന് മനസ്സിലാവുക. നാട്ടിലൊരു ചൊല്ലുള്ളത് പഠിച്ച് വഷളായി എന്ന, അതിങ്ങനെ വരുന്നതാണ്. കാരണം ഒരു വിവരത്തെ നിങ്ങളിങ്ങനെ ആർജിക്കുകയും അതിൻ്റെ രൂപീകരണപരമോ സാമൂഹികമോ ആയ താല്പര്യങ്ങളൊന്നും നമ്മുടെ പരിഗണനയിലില്ലാതിരിക്കുകയും ചെയ്യുന്നു. പ്രശ്നം എന്താണ്? ഒരറിവും ഒരു വിവരവും ന്യൂട്രലായിട്ട് രൂപപ്പെടുന്നതല്ല, മറിച്ച് ഏതെങ്കിലും സാമൂഹ്യ ബന്ധങ്ങൾക്കകത്ത്, അധികാരഘടനയ്ക്കകത്ത് രൂപപ്പെട്ടു വരുന്നതാണ് ഈ എല്ലാ അറിവുകളും. അതായത് ഭൂതകാലത്തിലെ സാമൂഹ്യ വ്യവസ്ഥകൾ നിർമ്മിച്ചെടുക്കുന്ന അറിവ് രൂപങ്ങളെ ആ നിർമ്മാണ പ്രക്രിയയിൽ നിന്ന് സമ്പൂർണമായി അബ്സ്ട്രാക്റ്റ് ചെയ്ത് അതിനെ ഒരു കേവല രൂപമാക്കി നമ്മുടെ മുമ്പിൽ എത്തിക്കുകയാണ് പൊതുവെ പറഞ്ഞാൽ ഈ വിവരം ചെയ്യുന്നത്. അതുകൊണ്ട് വിവരത്തെ നമ്മുടെ ഹെബർമാസ് തന്നെ പറയുന്നത് ഭൂതകാലത്തിൻ്റെ ഒരു സ്റ്റോക്ക് രജിസ്റ്ററാണ് ഇൻഫർമേഷൻ. മുൻകാലങ്ങളിൽ രൂപപ്പെട്ടു വെച്ച, പല കാരണങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്ന അറിവുകളെ മുഴുവൻ അത് ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നു. നിങ്ങളത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ഇപ്പോൾ ക്വിസ് കോമ്പറ്റീഷനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ പൊതുവെ ഈ വിവരത്തിൻ്റെ മണ്ഡലത്തിലാണ്. 10,000 ചോദ്യത്തിന് ഉത്തരം അറിയാം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും 10,000 ചോദ്യത്തിന് ഉത്തരം അറിയാം എന്ന മട്ടിലുള്ള ഈ വിവരത്തിൻ്റെ ക്രോഡീകരണം ഉണ്ടല്ലോ, ഇതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇൻഫർമേഷൻ അപ്പാടെ തെറ്റെന്ന് പറയല്ല, ഇൻഫർമേഷൻ്റെ ഒരു പ്രോബ്ലം പറയാണ്. എല്ലാ അറിവ് രൂപങ്ങൾക്കും അതിൻ്റെ അതിരുകളുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഹെബർമാസ് രണ്ടാമത്തെ ഒരു വിജ്ഞാന തലമായിട്ട് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷനാണ്, വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. നിലവിലുള്ള വിവരത്തെ ഉപയോഗിച്ച്, ഇൻഫർമേഷൻസിനെ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥിതിവിശേഷത്തെ വിശദീകരിക്കലാണ് വ്യാഖ്യാനം. അപ്പോൾ വ്യാഖ്യാനം എന്ന് പറയുന്നത് യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ എ സിറ്റുവേഷൻ ഓർ എ ഫിനോമിന അപ്രോപ്രിയേറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻസ്. ഈ 2 ഘടകങ്ങളാണ്. നിലവിലുള്ള വിവരം നിങ്ങൾ എടുക്കുന്നുണ്ട്, ഇൻഫർമേഷൻസ് എടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ അവസാനിക്കുന്നില്ല. മറിച്ച് ആ ഇൻഫർമേഷൻസിനെ നിങ്ങൾ സവിശേഷമായ ചില ക്രമങ്ങളിൽ വിന്യസിച്ച് യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. അപ്പോൾ വിവരം വ്യാഖ്യാനമാകുന്നതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവരത്തെ വിന്യസിക്കാൻ പാകത്തിന് ഒരു വ്യാഖ്യാന സമീക്ഷ നമുക്ക് ആവശ്യമുണ്ട്. ഒരു ഇൻ്റർപ്രിറ്റേറ്റീവ് ഫ്രെയിം വേണം. ഈ ഇൻ്റർപ്രിറ്റേറ്റീവ് ഫ്രെയിമിന് നമുക്ക് തിയറി എന്നോ, നമ്മുടെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നോ, നമ്മുടെ വേൾഡ് വ്യൂ എന്നോ, നമ്മുടെ ഐഡിയോളജി എന്നോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളിക്കാം, നിങ്ങൾക്ക് സൗകര്യമുള്ള പേര് വിളിക്കാം. പക്ഷേ ആത്യന്തികമായി അങ്ങനെ ഒന്നില്ലാതെ ഞങ്ങൾക്കിതിനെ എന്താ പറയുക വിശദീകരിക്കാൻ പറ്റില്ല. ഇപ്പം ചരിത്രം ഒരു വ്യാഖ്യാനാത്മക ജ്ഞാനാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഭൂതകാല വിവരങ്ങളല്ല ചരിത്രം, ആ വിവരങ്ങളെ വ്യാഖ്യാനിക്കൽ കൂടിയാണ് ചരിത്രം. അതുകൊണ്ടാണ് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഫണ്ടമെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റ്, നോ തിയറി നോ ഹിസ്റ്ററി. സിദ്ധാന്തമില്ലെങ്കിൽ ചരിത്രമില്ല. എന്ത് സംഭവിച്ചു എന്നല്ല, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാലേ ചരിത്രമാവുള്ളൂ. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതോടെ നിങ്ങൾ വ്യാഖ്യാനത്തിലേക്ക് കിടക്കും. എന്താണ് എന്ന് ചോദിച്ചാൽ ഓക്കെ, പക്ഷെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഗാന്ധി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വസ്തുതയാണ്. എന്തുകൊണ്ട് എന്നതിലേക്ക് വന്നാൽ നാഷണലിസത്തിനകത്തുള്ള ഇഷ്യൂസിലേക്കും ഒരുപാട് ഇഷ്യൂസിലേക്ക് വരും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ തീരൂല, എന്തെന്നോ എന്തെന്നോ ഒറ്റ വാക്കിൽ തീരും. അപ്പം ഈ വ്യാഖ്യാനാത്മകമാവുക എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു വ്യാഖ്യാന സമീക്ഷ വേണം, ഇല്ലാതെ വ്യാഖ്യാനം സാധ്യമല്ല. വിവരങ്ങളെ വ്യാഖ്യാന സമീക്ഷയിൽ ഉൾപ്പെടുത്തണം. വ്യാഖ്യാന സമീക്ഷ വേണമെന്ന് പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് നിരവധി വ്യാഖ്യാന സമീക്ഷകളുണ്ട്.
ഇതിലേത് വ്യാഖ്യാന സമീക്ഷയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നതൊരു പ്രശ്നമാണ്.